ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന്, തന്നുകൊണ്ടിരിക്കുന്നതുമായ സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. ഈ വീഡിയോ ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങൾക്കിത് എപ്പോൾ കണ്ടാലും വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ചാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്, കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പ് വഴി. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് ഇവിടെ വീൽ ഓഫ് ഫോർച്യൂണാണ്. ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ക്യൂൻ ഓഫ് കോയിൻസ്, ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ്, ദ ലവേഴ്സ്. ടു ഓഫ് കപ്സും ലവേഴ്സും വന്നിട്ടുണ്ട് ഇവിടെ. ത്രീ ഓഫ് സോഡ്സ്, എയ്റ്റ് ഓഫ് കോയിൻസ്, ത്രീ ഓഫ് കപ്സ്, ഫൈവ് ഓഫ് വാണ്ട്സ്, ദ മജീഷ്യൻ, സിക്സ് ഓഫ് കോയിൻസ്. ബോട്ടം ഓഫ് ദി ഡെക്ക് വന്നിരിക്കുന്നത് ടെൻ ഓഫ് വാണ്ട്സ് ആണ്. ടെൻ ഓഫ് വാണ്ട്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കൊരു തുടക്കത്തിൻ്റെ സമയമായിട്ടുണ്ട്. ഇവിടെ ഒരു തുടക്കം വരുന്നുണ്ട് നിങ്ങളുടെ ലൈഫിൽ എന്നാണ്. ഇവിടെ നമുക്ക് ഏഞ്ചൽ ബ്ലെസ്സിങ്സ് കൊണ്ട് എടുത്തിട്ടുണ്ട്. നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്ന വീൽ ഓഫ് ഫോർച്യൂണാണ്. വീൽ ഓഫ് ഫോർച്യൂൺ എന്ന് പറയുമ്പോൾ എന്താണ്? നിങ്ങൾക്ക് മാറ്റത്തിൻ്റെ സമയമായി, ഭാഗ്യത്തിൻ്റെ സമയമായിരിക്കുന്നു. ഇതുവരെ ഉള്ള കഷ്ടപ്പാടിൽ നിന്നും ഒരുപാട് വ്യത്യാസം വരാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾക്ക് ഭാഗ്യം വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇതുവരെയും നിങ്ങൾ കരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു, എനിക്ക് ഭാഗ്യം വരുന്നില്ലേ, എനിക്ക് ഭാഗ്യത്തിന് സമയമില്ല, എനിക്ക് ഭാഗ്യമില്ല, ഞാൻ എന്തൊരു നിർഭാഗ്യവാനാണ്. ഇതൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാകും. പക്ഷേ ഭാഗ്യത്തിൻ്റെ സമയം നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അത് പല കാര്യങ്ങളിലും പല വിധത്തിലും നിങ്ങളിലേക്ക് ഭാഗ്യം വരുന്നുണ്ട്. അതിനെ നിങ്ങൾ സ്വീകരിച്ചാൽ മാത്രം മതി. ഒരു മാറ്റത്തിൻ്റെ, ഒരു ഭാഗ്യത്തിൻ്റെ തുടക്കമാണ് ഇവിടെ വന്നിരിക്കുന്നത് എന്ന് തന്നെ കാണാൻ സാധിക്കുന്നു. നല്ലൊരു സമയം നിങ്ങൾക്ക് വരാൻ തുടങ്ങിയിരിക്കുന്നു. ഇവിടെ ഒരു തുടക്കമാണ്, നിങ്ങളുടെ ജീവിതത്തിലൊരു തുടക്കമാണ്. ഇവിടെ ജീവിതത്തിൻ്റെ തുടക്കമാണ് ഇവിടെയും വന്നിരിക്കുന്നത്. കണ്ടില്ലേ? ഇതുവരെയും ചുവന്ന ഭാണ്ഡക്കെട്ടുകളെല്ലാം താഴെ വയ്ക്കാറായി. ഇവിടെ കണ്ടില്ലേ ടെൻ ഓഫ് വാണ്ട്സ് വന്നിരിക്കുന്നത്. ഇവിടെ അതിനെ താഴെ വെച്ചിട്ട് നിങ്ങൾക്കൊരു പുതിയ ലൈഫിലേക്ക് പോകാനുള്ള തുടക്കമായിരിക്കുന്നു. ഇവിടെ അതുതന്നെയാണ് വന്നിരിക്കുന്നത്. വീൽ ഓഫ് ഫോർച്യൂൺ പറയുന്നത് എന്താണ്? ഇവിടെ ഒരു മാറ്റത്തിന് സമയമായിരിക്കുന്നു, നിങ്ങൾക്ക് ഭാഗ്യം വരാനുള്ള സമയമായിരിക്കുന്നു. ഭാഗ്യത്തിലേക്കാണ് നിങ്ങളിനി നീങ്ങാൻ തുടങ്ങുന്നത് എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ അടുത്തതായിട്ട് കണ്ടില്ലേ, ഭാഗ്യത്തിൻ്റെ ചക്രം എങ്ങനെയാണ് ജീവിതം അടിമുടി മാറുന്നു എന്നുള്ളതാണ് കാണുന്നത്. ഒരുപാട് ട്രാൻസ്ഫോർമേഷനാണ്, നല്ല മാറ്റമാണ് ലൈഫിലേക്ക് വരാൻ തുടങ്ങുന്നത്. അത് സാമ്പത്തികപരമായിട്ടും സ്നേഹപരമായാലും അതുപോലെ ബുദ്ധിപരമായ കാര്യങ്ങളിലായാലും ഏത് കാര്യത്തിലായാലും നിങ്ങളുടെ ആവേശത്തിലായാലും, ആവേശം കൊണ്ട് നിങ്ങൾ എന്തൊക്കെ സാധിക്കാൻ ആഗ്രഹിച്ചിരിക്കുന്നോ ആ ഒരു കാര്യത്തിലായാലും നിങ്ങൾക്ക് ഒരുപാട് മാറ്റം വരാൻ തുടങ്ങുന്നു. നിങ്ങളുടെ ആ ഭാഗ്യത്തിൻ്റെ സമയം വരാൻ തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതുപോലെയാണ് ടു ഓഫ് കപ്സ് വന്നിട്ടുണ്ട്. ഇവിടെ പറയുന്നത് എന്താണ്? ഇവിടെ നിങ്ങൾക്ക് പുതിയ പ്രണയം, അല്ലെങ്കിൽ പുതിയ വിവാഹാലോചനകൾ, അല്ലെങ്കിൽ നിങ്ങളിലേക്ക് പിരിഞ്ഞു പോയവർ നിങ്ങളിലേക്ക് വന്നു ചേരുന്നു. ഇത് തന്നെയാണല്ലോ ഇവിടെ മാറ്റത്തിൻ്റെ സമയം കൊണ്ടുവന്നിരിക്കുന്നത്. പിരിഞ്ഞു പോയിരിക്കുന്നവർ വന്നു ചേരുന്ന എനർജിയാണ് കൂടുതലായിട്ടും കാണുന്നത്. കോംപ്രമൈസ് ചെയ്തൊരു ലൈഫിലേക്ക് പോകാനുള്ള സമയമെടുത്തിരിക്കുന്നു.
മനസ്സിലായില്ലേ? ഇവിടെ കോംപ്രമൈസ് ചെയ്ത് അനുരഞ്ജനത്തിലൂടെ അല്ലെങ്കിൽ പാർട്ട്ണർഷിപ്പ് ചേർന്നൊരു ലൈഫ്, അത് ഇതുവരെ നിങ്ങൾ ചിലപ്പോൾ വഴക്കിട്ടടിച്ച് കഴിഞ്ഞിരുന്ന ദിവസങ്ങൾ ഉണ്ടാവാം. പക്ഷേ ഇവിടെ വരാൻ പോകുന്നത് എന്താണ്? അതെല്ലാം മനസ്സിലാക്കിയിട്ട് വഴക്കിട്ടടിച്ച കാര്യങ്ങളും എല്ലാം പറഞ്ഞ് മനസ്സിലാക്കി സ്വയം തിരിച്ചറിവൊക്കെ വന്നിട്ട് നല്ലൊരു ലൈഫിലേക്ക് വീണ്ടും പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അല്ലെങ്കിൽ വിവാഹം കഴിഞ്ഞ് ഒന്നിച്ചൊരു ലൈഫിലേക്ക് പോകുന്നതായിട്ട്, വരാതിരുന്ന പാർട്ട്ണർ വന്നു ചേരുന്ന എനർജി ഒക്കെയും ഇവിടെ പറയാൻ കഴിയും. കപ്പ് വാട്ടർ സൈനാണ് ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. ഇവിടെ ക്യൂൻ ഓഫ് കോയിൻസ് ആണ് പിന്നീട് വന്നിരിക്കുന്നത്. ഇവിടെ പെൻഡക്കിളാണ്. ഇവിടെ സാമ്പത്തികത്തിൻ്റെ എനർജിയാണ്, വന്നു ചേരുന്നു. സാമ്പത്തികം നോക്കിയിരിക്കുന്നവർക്ക് അത് വന്നു ചേരുന്നു. സമ്പത്തിൻ്റെ റാണിയാകാനുള്ള ഭാഗ്യം നിങ്ങളിലേക്ക് വന്നു ചേരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപാട് പേർക്ക് സാമ്പത്തികം വരുന്നു. സമ്പത്തിൻ്റെ തുടക്കമാണ്. കാരണം വീട്ടിലൊക്കെ ഇരുന്ന് കൈനിറച്ച് സാമ്പത്തികം നേടുന്ന ഒരവസ്ഥ, അത് ലഭിക്കുന്ന ഒരവസ്ഥ. അതായത് ചിലപ്പോഴൊക്കെ ഓൺലൈൻ വഴിയുള്ള ബിസിനസ് തുടങ്ങാനോ അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും ചെറിയ ജോലികൾ ചെയ്തിട്ട് നിങ്ങളിപ്പോൾ മണി ഏൺ ചെയ്യണമെന്നുള്ള ആഗ്രഹത്തോടു കൂടി പല ജോലികളിലും ഏർപ്പെട്ടിട്ടുണ്ടാവാം, അല്ലെങ്കിൽ അത് തുടങ്ങി വെച്ചിട്ടുണ്ടാവാം എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. ആ ഒരു തുടക്കത്തിലൂടെ നിങ്ങൾക്ക് നല്ല ഭാഗ്യം വരുന്നുണ്ട്. ആ ഒരു ഭാഗ്യം നിങ്ങൾക്ക് സാമ്പത്തികം കൊണ്ടുതരുന്നതാണ് എന്ന് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുന്നത്. അതോടുകൂടി സമ്പത്തിൻ്റെ ബുദ്ധിമുട്ടുകൾ മാറിയിട്ട് നിങ്ങൾ സന്തോഷകരമായ ഒരു അവസ്ഥയിലേക്ക് നീങ്ങാൻ പോകുന്നുണ്ട്. നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് കണക്ഷനുള്ള ആൾക്കാർ നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതായിട്ട് ദ ലവേഴ്സ് അടുത്തത് വന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? ഇവിടെ കൂടിച്ചേരാനുള്ള എനർജിയാണ്. വളരെയധികം സന്തോഷത്തോടു കൂടി ഒരു ലൈഫിലേക്ക് പോകുന്നു. അതല്ല എങ്കിൽ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലുമൊക്കെ കാര്യങ്ങളിൽ വളരെയധികം സന്തോഷകരമായ മറ്റു പല കൂട്ടുകെട്ടുകളിലേക്കും പോകാനുള്ള സാധ്യത, എന്തൊക്കെയോ നിങ്ങളിലേക്ക് വന്നു ചേരാനുള്ള എനർജി, അതുമായി നിങ്ങൾ കണക്റ്റ് ആവുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അടുത്തത് 3 ഓഫ് സോഡാണ് വന്നിരിക്കുന്നത്. സോഡ്സ് ഇത് നിമിത്തം ഇത്രമാത്രം സ്നേഹത്തിൽ കഴിഞ്ഞിരുന്നവരുടെ 2 ഓഫ് കപ്സ്, അവിടെ ദ ലവേഴ്സ് വളരെയധികം സ്നേഹത്തോട് കഴിഞ്ഞിരുന്നവർക്കാണ് ഇവിടെ ഹൃദയം മുറിപ്പെടുന്ന അവസ്ഥകൾ വരുന്നത്. വളരെ 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 നല്ല സ്നേഹബന്ധത്തിൽ കഴിഞ്ഞിരിക്കുന്നവർക്ക് 1-2 കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ പിണക്കമുണ്ടാവാം. ചിലപ്പോൾ അത് ഹൃദയത്തെ കുത്തി മുറിപ്പെടുത്തിയ ഒരു അവസ്ഥ വരാം. ചിലപ്പോൾ അകന്നു പോകാം പാർട്ട്ണർ. അങ്ങനെ ആ പാർട്ട്ണർ അകന്നു പോകുമ്പോഴാണ് കുറച്ചൊന്ന് അകൽച്ച പാലിക്കുക, അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റ് അവസ്ഥ അങ്ങനെ വരാമല്ലോ. അങ്ങനെ വരുന്ന അവസ്ഥയിൽ ഒരുപാട് വിഷമം അനുഭവിക്കുന്നത്. കാരണം എന്താണ്? അത്രമാത്രം സ്നേഹിച്ച വ്യക്തികളാണ്. അതുകൊണ്ടാണ് ഇത്രമാത്രം ദുഃഖവും വന്നിരിക്കുന്നത്. ഒരുപാട് സ്നേഹിക്കുമ്പോഴാണല്ലോ ദുഃഖം വരുന്നത്. ഒത്തിരി സ്നേഹിക്കുന്നവർ മാത്രമേ നമ്മളെ വിട്ട് പിരിഞ്ഞു പോകത്തുള്ളൂ. നമ്മൾ സ്നേഹിക്കാത്ത ആരും നമ്മളെ വിട്ട് പിരിഞ്ഞു പോകത്തില്ല. ആ ഒരു ദുഃഖവും നമുക്ക് വരില്ല. അപ്പോൾ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഒരുപാട് സ്നേഹിക്കുന്ന വ്യക്തികളാണ് നമ്മളെ വിട്ട് പിരിഞ്ഞു പോകുന്നത്. നമ്മളെപ്പോഴും വിചാരിക്കും നമുക്ക് എല്ലാവരും ഉണ്ട്, അവരുണ്ട്, ഇവരുണ്ടല്ലോ. പക്ഷെ ചിലപ്പോഴൊക്കെ അവർക്ക് അവരുടെ കാര്യം കൂടെ നോക്കേണ്ടതായി വരും. ചിലപ്പോഴൊക്കെ അവർ നമ്മളിൽ നിന്ന് അകന്നു പോയെന്നും ഇരിക്കാം. ചിലപ്പോൾ അവർക്ക് തോന്നിയിട്ട് അവർ വീണ്ടും കൂടിച്ചേരാം. അങ്ങനെയും അവസ്ഥകൾ ഉണ്ടാവാം. അപ്പോൾ ഒന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല. ആ ഒരവസ്ഥയിൽ വേണം നിങ്ങൾക്ക് മുന്നോട്ടുള്ള ജീവിതം കൊണ്ടുപോകാൻ. മുൻപോട്ട് നിങ്ങൾ പോകും തരം അതാണ് ചിന്തിക്കേണ്ടത്. അല്ലാതെ ഒരിടത്ത് തന്നെ സ്റ്റക്കായിട്ട് നിൽക്കരുത്. മനസ്സിലായില്ല? ഒരു ദുഃഖം വന്നാൽ എന്തായാലും കുറച്ച് ദിവസം കഴിയുമ്പോൾ അത് ശരിയാവും. ഇങ്ങനെ സ്വയം മോട്ടിവേറ്റ് ചെയ്ത് കൊണ്ട് പോവുക. സ്വയം മോട്ടിവേറ്റ് ചെയ്യാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടാവണം. അതാണ് വേണ്ടത്. നിങ്ങളുടെ കഴിവ് മറ്റൊരാളിനില്ല. മനസ്സിലായില്ലേ? നിങ്ങൾക്കുള്ള കഴിവ് നിങ്ങളിൽ മാത്രമാണ് സംക്ഷിപ്തമായിരിക്കുന്നത്. അപ്പോൾ അത് നിങ്ങൾ കണ്ടെത്തി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്? സന്തോഷം അനുഭവിക്കാൻ കഴിയും. അതിലൂടെ ഹൃദയം പറയുന്നത് കേട്ട് മുന്നോട്ട് പോവുക. നിങ്ങളുടെ സോളിനെ സന്തോഷിപ്പിക്കുക. അത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യാം. അത്രമാത്രം നല്ല ഒരു പ്രവൃത്തി ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളുടെ സോളിന് സന്തോഷമാകും. അപ്പോൾ അതുവഴി നിങ്ങൾക്ക് സന്തോഷം അനുഭവിക്കാൻ സാധിക്കും. നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. സ്പിരിച്വൽ വർക്ക് ചെയ്യുക, മെഡിറ്റേഷൻ ചെയ്യുക, ഇതൊക്കെയാണ് നിങ്ങളുടെ സോളിന് ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ. മനസ്സിലായില്ല? അപ്പോൾ എങ്ങനെയാണ്? കൂടുതൽ സ്നേഹിക്കുന്നവരാണ് എപ്പോഴും വിട്ടുപിരിഞ്ഞു പോകുന്നത്. അവർ വിട്ടുപിരിഞ്ഞു പോകുമ്പോഴാണ് കൂടുതൽ ദുഃഖം നിങ്ങൾക്ക് ഉണ്ടാകുന്നത്. അതാണ് പറഞ്ഞത്. ഇവിടെ 8 ഓഫ് കോയിൻസ് ആണ് വന്നിരിക്കുന്നത്. തീർച്ചയായിട്ടും നിങ്ങളിൽ ആർക്കൊക്കെയോ ജോലി കിട്ടുന്ന എനർജി ഉണ്ട്. അങ്ങനെ ജോലി കിട്ടിക്കഴിഞ്ഞാൽ തന്നെയും വളരെയധികം അധ്വാനിച്ച് മണി ഏൺ ചെയ്യുന്ന എനർജി. രാത്രി ചിലപ്പോൾ ഡ്യൂട്ടി ചെയ്യേണ്ട ജോലി ഉണ്ടാവാം, പകൽ ഡ്യൂട്ടിയുള്ള ജോലി ഉണ്ടാവാം. അങ്ങനെയൊക്കെയും സാമ്പത്തികത്തിന് വേണ്ടി കഷ്ടപ്പെടുന്ന ഒരു എനർജിയാണ് ഇവിടെയുള്ളത്. കഷ്ടപ്പെട്ടാലും നിങ്ങളത് ആസ്വദിച്ച് തന്നെയാണ് ചെയ്യുന്നത്. കാരണം എന്താണ്? അത്യാവശ്യ കാര്യങ്ങൾ സാധ്യമാകുന്നു, സാധിക്കാൻ പറ്റും.
സാമ്പത്തികമില്ലെങ്കിൽ ഒരു കാര്യവും സാധിക്കുകയില്ലല്ലോ, അപ്പോഴും ദുഃഖമല്ലേ. അപ്പോൾ ഇവിടെ അത്യാവശ്യത്തിനൊരു ജോലി ലഭിച്ചാൽ, അത്യാവശ്യത്തിന് മണി ഏൺ ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സന്തോഷം, അതിലൂടെ അനുഭവിക്കാൻ സാധിക്കും. ഇവിടെ 3 of Cups ആണ്. ഇവിടെ എൻജോയ് ചെയ്യുകയാണ്, ജോലി കിട്ടിയതിലുള്ള എൻജോയ് ചെയ്യലാണ്, സെലിബ്രേറ്റ് ചെയ്യൽ. കണ്ടില്ലേ, അവിടെ തീർച്ചയായിട്ടും ഇവിടെ ആഘോഷം നടക്കുന്നുണ്ട്. പുതിയതായിട്ട് ജോലി കിട്ടിയതിൻ്റെ ആഘോഷമാവാം, അല്ലെങ്കിൽ ഇവിടെ വിവാഹം 2 of Cups കണ്ടില്ലേ, ഇവിടെ വിവാഹം നടന്നതിൻ്റെ എനർജി ആവാം, അതിലൂടെയുള്ള സന്തോഷവും ആവാം. ചിലപ്പോൾ കുട്ടികൾ ഉണ്ടാവുന്നതിൻ്റെ ആവാം, കുട്ടികളുടെ ജനനം, അതൊക്കെയും ഇവിടെ സന്തോഷം തരുന്ന ചില കാര്യങ്ങളാണ് എന്ന് തന്നെയാണ് കാണുന്നത്. 5 of Wands ആണ് വന്നിരിക്കുന്നത്. മത്സരമാണ്, കോമ്പറ്റീഷനാണ് പല കാര്യങ്ങളിലും. നിങ്ങൾക്ക് അപ്പുറത്തുള്ള ആളിനേക്കാളും എനിക്ക് കൂടുതൽ വലിയവനാവണം എന്നൊക്കെയുള്ള ചിന്ത. പക്ഷേ ഈ ഒരു സമയത്ത് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്താണ്, അവർക്കുള്ളതിനേക്കാളും എനിക്ക് വേണം എന്നല്ല, അവർക്ക് നല്ലതായിട്ട് ധാരാളമായി ദൈവമേ അവർക്ക് കൊടുക്കണമേ, ഇതാണ് ചിന്തിക്കേണ്ടത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു, ഇതാണ് പറയേണ്ടത്. എല്ലാവർക്കും സൗഖ്യം വരണം, എനിക്ക് മാത്രമല്ല സൗഖ്യം വരേണ്ടത്. എൻ്റെ ബന്ധുക്കൾ, എൻ്റെ കൂട്ടുകാർ, എല്ലാവരും എനിക്ക് ചുറ്റും എനിക്കുള്ള ആൾക്കാർ തന്നെയാണ്. എല്ലാവർക്കും സൗഖ്യം വരണം. ഈ ലോകത്തിന് സൗഖ്യം വന്നുവെങ്കിൽ മാത്രമേ എനിക്കത് അനുഭവിക്കാൻ കഴിയൂ. എനിക്ക് മാത്രം സൗഖ്യം വന്നു കഴിഞ്ഞാൽ എനിക്കത് അനുഭവിക്കാൻ കഴിയുമോ? ഇല്ല. കാരണം എന്താണ്, ചുറ്റിനും വേദന അനുഭവിക്കുന്നവരുടെ ഇത് കാണേണ്ടി വരും, അല്ലേ? അവരുടെ വേദന കാണേണ്ടി വരും. അപ്പോൾ വീണ്ടും നമുക്ക് തന്നെ സ്വയം വിഷമം അനുഭവിക്കേണ്ടതായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത്, നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണ്? എല്ലാവർക്കും സൗഖ്യം കൊടുക്കണമേ, എല്ലാവർക്കും സമ്പത്ത് കൊടുക്കണമേ, ഇതാണ് പ്രാർത്ഥിക്കേണ്ടത്. അപ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങൾക്കാണ് ആദ്യം ലഭിക്കുന്നത്. നിങ്ങളുടെ ഈ പ്രാർത്ഥന, ഒരു നിഷ്കളങ്കമായ ഈ ഒരു പ്രാർത്ഥന ദൈവം കൈക്കൊള്ളും. മനസ്സിലായില്ലേ? നിങ്ങൾ ക്ഷേത്രങ്ങളിലൊക്കെ പോയാലും തല തല്ലി അവിടെ കിടന്ന് കരഞ്ഞു കൂവി അലറി വിളിക്കുകയല്ല വേണ്ടത്. നിങ്ങൾക്ക് തന്നതിന് നന്ദി, എല്ലാവർക്കും സൗഖ്യം കൊടുക്കണേ ദൈവമേ, ഇതാണ് പറയേണ്ടത്. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഇത് പറയുമ്പോൾ തന്നെയും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കും. നിങ്ങൾക്കാണ് ആദ്യം ദൈവം തരുന്നത്. മനസ്സിലായില്ല? അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പറഞ്ഞു തുടങ്ങുക. അറിഞ്ഞുകൂടാത്തവർക്ക് എല്ലാവരും പറയുന്നുണ്ടായിരിക്കാം കേട്ടോ. അപ്പോൾ അങ്ങനെയാണ് പറയേണ്ടത്. അതുകൊണ്ട് എപ്പോഴും മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ഇവിടെ കോമ്പറ്റീഷൻ, എനിക്ക് മുന്നേ പോകണം എന്നുള്ള ആഗ്രഹം ആണ്. എല്ലാവർക്കും അങ്ങനെയൊക്കെ തന്നെയാണ് ആഗ്രഹം. പക്ഷേ കുറച്ചൊന്ന് നിങ്ങൾ ബുദ്ധിപൂർവ്വം ചിന്തിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ആഗ്രഹത്തിൽ നിങ്ങൾക്കൊരു വിഷമം അനുഭവപ്പെടത്തില്ല. മനസ്സിലായില്ലേ? അത് നിങ്ങളുടെ ഭൗതികപരമായ ചില കാര്യങ്ങൾക്ക് നേട്ടമുണ്ടാക്കും എന്നുള്ളതേ ഉള്ളൂ. തൽക്കാലത്തേക്ക് സന്തോഷമുണ്ടാകുന്ന ഒരവസ്ഥ. അപ്പോൾ അവസ്ഥയിലൂടെ നിങ്ങൾക്ക് പോകാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. വാൻസ് ഫയർ സൈനാണ്, ഏരിയസ്, ലിയോ, സാജിറ്റേറിയസ് എനർജി. ഇവിടെ കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അതുപോലെ വീൽ ഓഫ് ഫോർച്യൂണിൽ എല്ലാ എനർജീസും ഉണ്ട്. ഇവിടെ സോഡ് വന്നിരിക്കുന്നു. സോഡ് എയർ സൈനാണ്, ജെമിനി, ലിബ്ര, അക്വേറിയസ് എനർജി. ഇവിടെ മജിഷ്യൻ്റെ എനർജി വന്നിരിക്കുന്നു. മജിഷ്യൻ എന്ന് പറയുമ്പോൾ ആരാണ്? കഠിനാധ്വാനം ചെയ്ത് നേടുകയാണ്. അതിലൂടെ പണവും പ്രശസ്തിയും ഒക്കെ സമ്പാദിക്കുന്ന ഒരാളാണ് മജീഷ്യൻ. മജീഷ്യൻ ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കുന്നില്ല. മജീഷ്യൻ്റെ കഴിവുകളെ ഓരോ ദിവസവും പ്രാക്ടീസ് ചെയ്ത് ഉത്തേജിപ്പിച്ചുകൊണ്ടേയിരിക്കും. ആ ഒരു എനർജിയിലാണ് അയാൾക്ക് പ്രശസ്തി ഉണ്ടാവുന്നത്. മനസ്സിലായില്ലേ? അതുപോലെ നിങ്ങളിലും കഴിവുള്ള ഒരുപാട് പേരുണ്ട്. ആ കഴിവിനെ കണ്ടെത്തി ബിൽഡപ്പ് ചെയ്ത് അതിലൂടെ മുന്നോട്ട് വരൂ എന്നാണ് പറയുന്നത്. ഹാർഡ് വർക്ക് ചെയ്യൂ, സ്പിരിച്വൽ വർക്ക് ചെയ്യൂ. അപ്പോൾ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു തുടക്കം വരുന്നുണ്ട്. നിങ്ങളുടെ സോൾമേറ്റിൻ്റെ കണ്ടുമുട്ടൽ വരുന്നുണ്ട്. നിങ്ങൾ പലരും നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തി അല്ലെങ്കിൽ നിങ്ങൾ സ്നേഹിക്കുന്ന വ്യക്തി സോൾമേറ്റാണ് എന്ന് കാണുന്നുണ്ട്. ഒരു സോൾമേറ്റ് കണക്ഷൻ കൂടി ഇവിടെ വരുന്നുണ്ട് മജീഷ്യൻ്റെ എനർജിയിൽ. അതുപോലെ 6 of Coins ആണ് ഇവിടെ വന്നിരിക്കുന്നത്. കാരണം സാമ്പത്തികം നിങ്ങളിലേക്ക് വന്നു ചേരുമ്പോൾ മറ്റുള്ളവർക്ക് സംഭാവന കൊടുക്കാൻ കഴിയുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയും. അതാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ സാമ്പത്തികം വരുന്ന എനർജി നിങ്ങൾക്കുണ്ട്. നിങ്ങൾക്ക് കൊടുക്കാനും വാങ്ങിക്കാനും ഒക്കെയുമുള്ള ഒരു സമയം ആയിരിക്കുന്നു എന്ന് കാണുന്നുണ്ട്. ഇവിടെ ഫസ്റ്റ് തന്നെ വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂണാണ്. സാമ്പത്തികം വരുന്ന എനർജിയാണ്. അപ്പോൾ സാമ്പത്തികം വരുമ്പോൾ മാത്രമല്ലേ നിങ്ങൾക്ക് മറ്റുള്ളവരെ കൂടി സഹായിക്കാൻ പറ്റൂ. മറ്റുള്ളവരെ സഹായിക്കുമ്പോൾ എന്താണ്, ഒരു വലത് കൈ കൊണ്ട് കൊടുക്കുന്നത് ഇടത് കൈ പോലും അറിയരുതെന്നാണ് പറയുന്നത്, അല്ലേ? മറ്റുള്ളവരെ വിളിച്ച് അറിയിച്ചിട്ടല്ല സംഭാവന കൊടുക്കേണ്ടത്. അത് ദൈവത്തിൻ്റെ മുൻപിൽ നിങ്ങൾ നല്ല പ്രവൃത്തിയാണ് ചെയ്യുന്നത്, നന്മ നിറഞ്ഞ പ്രവൃത്തിയാണ് അതൊക്കെ ചെയ്യുന്നത്. അതേസമയത്ത് എന്തെങ്കിലും കൊടുത്തിട്ട് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞാലോ അതിൻ്റേതായ ഫലം അവിടെ തീർന്നു കഴിഞ്ഞിരിക്കുന്നു. അതുകൂടി മനസ്സിലാക്കുക.
ഇവിടെ നമുക്ക് എന്താണ് ഏഞ്ചൽ മെസ്സേജ് എന്താണ്? ചൂസ് എ ന്യൂ ഡയറക്ഷൻ. നിങ്ങൾക്ക് ഇപ്പോൾ പോകുന്ന വഴി ശരിയല്ല എന്ന് നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ മറ്റൊരു വഴിയെ കൂടെ തിരിഞ്ഞു പോകാവുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ തിരഞ്ഞെടുത്തിരിക്കുന്ന വഴി എന്താണ്? ചിലപ്പോൾ നിങ്ങൾക്ക് മാത്രം സൗഖ്യം വരണമെന്നുള്ളത് ഞാനിവിടെ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് മാത്രം സൗഖ്യം വരണമെന്ന് ചിലപ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ടാവാം. അങ്ങനെയല്ല, എല്ലാവർക്കും സൗഖ്യം വരണേ. നിങ്ങൾ മറ്റൊരു വഴിയിലൂടെ കൂടി ചിന്തിക്കൂ. അതാണ് പറയുന്നത്. മറ്റൊരു വഴി കൂടി ചിന്തിക്കാനുള്ള സമയമായിരിക്കുന്നു. അതിലേ കൂടെ നിങ്ങൾക്ക് സക്സസ് വരും. അങ്ങനെ വേണം പോകാൻ. മറ്റൊരു വഴിയിൽ കൂടി നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. നിങ്ങൾ ഇതുവരെ തിരഞ്ഞെടുത്തിരുന്ന വഴികൾ നിങ്ങൾക്ക് പരാജയം തന്നിരുന്നു എങ്കിൽ നിങ്ങൾക്ക് മറ്റൊരു വഴി തിരഞ്ഞെടുക്കാവുന്നതാണ് എന്നുകൂടെ ഇവിടെ ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സാണ്, ഏഞ്ചൽ മെസ്സേജസ് ആണ്. ഈ ഒരു സമയത്ത് ഏഞ്ചൽസിൻ്റെ ബ്ലെസ്സിങ്സ് വളരെയധികം പോസിറ്റീവായിട്ട് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. നോട്ട് ദ റൈറ്റ് ടൈം. ചിലപ്പോൾ നിങ്ങൾക്ക് തോന്നിയേക്കാം ഇപ്പോൾ ഇത് സമയം ശരിയല്ല എന്ന്. സമയം ശരിയല്ല എന്ന് നിങ്ങൾക്കൊരു ഉൾവിളി ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. മനസ്സിലായില്ലേ? സമയം ഇപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആരോ വിലക്കുന്നത് പോലെ വേണ്ട, ഇപ്പോൾ അത് ചെയ്യണ്ട എന്ന് ആരെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ നിന്ന് വിലക്ക് കഴിഞ്ഞാൽ, വിലക്ക് നിങ്ങൾക്ക് ലഭിച്ചു കഴിഞ്ഞാൽ, അത്തരം ഒരു ശബ്ദം നിങ്ങൾക്ക് തോന്നിക്കഴിഞ്ഞാൽ, ഒരു ഉൾവിളി ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതവിടെ സ്റ്റോപ്പ് ചെയ്യുക. കുറച്ച് കഴിഞ്ഞിട്ട് വേണം വീണ്ടും പരിശ്രമിക്കുക. അല്ലെങ്കിൽ പിന്നീട് ഒരു നല്ല വഴിയെ പോകാൻ നിങ്ങൾക്ക് ഉൾവിളി ഉണ്ടാകും. അതനുസരിച്ച് പോയാൽ മതി. നിങ്ങൾ ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും ഇയർ ഫ്രം നൗ, ഇപ്പോൾ മുതൽ ഒരു വർഷത്തിനകം പല കാര്യങ്ങളും നിങ്ങൾക്ക് സാധിച്ചു കിട്ടുന്നതാണ് എന്ന് കാണുന്നുണ്ട്. വിവാഹം നോക്കിയിരിക്കുന്നവർക്ക്, ജോലി നോക്കിയിരിക്കുന്നവർക്കൊക്കെയും ചിലപ്പോൾ എന്താണ്, ഒരു വർഷത്തിനകം അത് സാധിച്ചു കിട്ടാനുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് എന്ന് പറയുന്നത്. അതിനായിട്ട് ഏഞ്ചലിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. ഡോണ്ട് സ്റ്റോപ്പ്. നിങ്ങളിപ്പോൾ ഏതെങ്കിലും പ്രവർത്തികൾ തുടങ്ങിയിട്ടുണ്ടോ? അത് അവിടെ നിർത്തിവെക്കേണ്ട. അതിന് ചിലപ്പോൾ അത് മുന്നോട്ട് പോകാനുള്ള സമയമായിരിക്കാം നിങ്ങൾക്ക്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്കത് ഉൾവിളി ഉണ്ടായത്. പൊയ്ക്കോളൂ എന്ന് നിങ്ങളോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിർത്തിവെക്കേണ്ട, അത് പൊയ്ക്കോളണം. ഒന്നും നിങ്ങൾ നിർത്തിവെക്കാൻ പാടില്ല. നിങ്ങളിപ്പോൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നിടത്ത് അവിടെ നിൽക്കുകയല്ല വേണ്ട. നിങ്ങൾക്ക് മുന്നോട്ട് വരാനുള്ള ഒരു പാതയുണ്ട്. ആ ഒരു പാതയാണ്, ആ ഒരു വഴിയാണ് സ്പിരിച്വൽ വർക്ക് എന്ന് പറയുന്നത്. മനസ്സിലായില്ല? അപ്പോൾ അതിലൂടെ നിങ്ങൾക്ക് മുന്നോട്ട് വരാൻ, സ്റ്റോപ്പായിട്ട് നിൽക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇവിടെ പറയുന്നത് പോലെ റിമെയിൻ പോസിറ്റീവ് എന്ന് പറയുന്നുണ്ട്, അതുപോലെ നോ എന്ന് പറയുന്നുണ്ട്. കണ്ടില്ല? ഇവിടെ നോ എന്ന് പറഞ്ഞാൽ എന്താണ്? സ്റ്റക്കായിട്ട് നിൽക്കുന്നിടത്ത് സ്റ്റക്കായിട്ട് നിൽക്കണ്ട. നോ, അതിൻ്റെ ആവശ്യമില്ല. മുന്നോട്ട് പോകാം. മുന്നോട്ട് വരുന്നത് നല്ല വഴിയാണ്. നല്ല വഴിയാണ് നിങ്ങളുടെ മുൻപിൽ തുറക്കാൻ പോകുന്നത്. അതുതന്നെ ചിന്തിക്കുക. എവിടെ നിങ്ങൾ സ്റ്റക്കായിട്ട് നിൽക്കുന്നോ, ഏത് കാര്യത്തിൽ നിങ്ങൾക്ക് വിഷമം അനുഭവിച്ച് കുറേ നാളുകൾ കൊണ്ട് നിൽക്കുന്നോ, അപ്പോൾ മനസ്സിലാക്കണം, ഇതെനിക്ക് പുതിയ പാതയിലേക്കുള്ളതാണ്. എനിക്കൊരു പുതിയ ബിഗിനിങ് വന്നിരിക്കുന്നു. എൻ്റെ ജീവിതത്തിനൊരു തുടക്കം വന്നിരിക്കുന്നു. ഇവിടെ വിഷമിച്ച് സ്റ്റക്കായിട്ട് നിൽക്കേണ്ട ആവശ്യം ഇല്ല എന്ന് തന്നെയാണ് പറയുന്നത്. അത് യെസ്, അത് തന്നെയാണ്. കണ്ടില്ലേ? അത് തന്നെയാണ് ഇവിടെ പറയുന്നത്. അങ്ങനെ പോകാം. അതുതന്നെയാണ് ശരി. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നിങ്ങൾക്ക് സാധ്യമായി കിട്ടുന്നു. റിമെയിൻ പോസിറ്റീവ്. പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കൂ. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം ഇവിടെ സാധ്യമായിരിക്കുന്നു. കണ്ടില്ലേ? നിങ്ങൾ ആഗ്രഹിക്കുന്ന ഇവിടെ പല കാര്യങ്ങളും വീൽ ഓഫ് ഫോർച്യൂൺ വന്നിരിക്കുന്നു. അതിൻ്റെ ഒരു എനർജി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് ഭാഗ്യം ഉദിക്കുന്ന എനർജിയാണ്. ഭാഗ്യം വർദ്ധിച്ചു വരുന്ന ഒരു എനർജിയാണ്. മുന്നോട്ട് നിങ്ങൾ നല്ല വഴിയേ പോവുകയാണ്. ഇവിടെ അതുതന്നെയാണ്. യെസ്, അതെ, ശരിയാണ്. റിമെയിൻ പോസിറ്റീവ്. പക്ഷേ പോസിറ്റീവായിട്ട് ചിന്തിക്കൂ. പോസിറ്റീവായിട്ട് നിങ്ങളുടെ മൈൻഡിനെ നിലനിർത്തൂ. നെഗറ്റീവായിട്ട് ഒരു കാര്യങ്ങളും ചിന്തിക്കണ്ട എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. ഒരുപാട് ദുഃഖത്തിലാണ്ടിരിക്കരുത്. അങ്ങ് ആണ്ട് പോകരുത് ദുഃഖത്തിലോട്ട്. നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളിലേക്ക് ആണ്ട് പോകാൻ പാടില്ല. അതിൻ്റെ ആഴത്തിലേക്ക് പോവണ്ട. വരൂ, സന്തോഷമായിട്ടിരിക്കൂ. സ്വയം മോട്ടിവേറ്റ് ചെയ്യൂ. സ്വയമായിട്ടൊരു ഗൈഡൻസ് കൊടുക്കൂ നിങ്ങളുടെ മൈൻഡിന്. അങ്ങനെ വേണം മുൻപോട്ട് വരാൻ. അപ്പോൾ എല്ലാവരും ഗ്രാറ്റിറ്റ്യൂഡ് പറയുക, ഫോർഗിവ്നെസ് പറയുക. ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് സന്തോഷം തരുന്ന അവസ്ഥയാണ്. സമാധാനപരമായിട്ട് നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ സാധിക്കും. അപ്പോൾ ഇതൊക്കെയാണ്. എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു. അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.